ഹായ് ഫ്രണ്ട്സ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ there was എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ there is ഉപയോഗിച്ചു, അതിൻ്റെ പാസ്റ്റായി. ഉണ്ടായിരുന്നു എന്ന് പറയാൻ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് there was ഉപയോഗിക്കാം. ഇന്നലെ എൻ്റെ കോളേജിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുക? There was a seminar in our college yesterday. ഇന്നലെ എൻ്റെ സ്കൂളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. There was a quiz competition in my school yesterday. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ there was എന്ന എക്സ്പ്രഷനാണ് നമ്മൾ ഉപയോഗിക്കുക. നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. There was a park here 5 years ago. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ there wasന് ശേഷം there isൽ ഉപയോഗിച്ചതുപോലെ നമ്മൾ a എന്ന് ഉപയോഗിച്ചു. കാരണം ശേഷം വരുന്നത് ഒറ്റയായ കാര്യങ്ങളാണ്, അതായത് സിംഗുലറായ കാര്യമാണ്, ഏകവചന നാമങ്ങളാണ് വരുന്നത്. അതുകൊണ്ടാണ് a ഉപയോഗിച്ചത്. There was a park here. ഇവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു 5 years ago. 5 വർഷങ്ങൾക്ക് മുമ്പ്. മറ്റൊരു ഉദാഹരണം, There was a strike yesterday. ഇന്നലെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, പണിമുടക്കുണ്ടായിരുന്നു. There was a ഹർത്താൽ എന്ന് പറയാം. There was a ഹർത്താൽ yesterday. There was a downpour yesterday. ഇന്നലെ ശക്തമായ ഒരു മഴയുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, റെയിൻ എന്ന് പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ നൗണാണ്, എണ്ണാൻ കഴിയാത്തതാണ്. അതിന് മുമ്പ് നമുക്ക് എ വെക്കാൻ കഴിയില്ല. പക്ഷേ ശക്തമായ മഴ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഡൗൺപോർ ഉപയോഗിച്ചാൽ അത് കൗണ്ടബിൾ നൗണാണ്. അപ്പോൾ there was a downpour yesterday. ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? there was എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കാം. ശേഷം നമ്മൾ a ഉപയോഗിക്കുന്നു, കാരണം സിംഗുലർ നൗണാണ് വരുന്നത്. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ there wasn't എന്ന് ഉപയോഗിക്കാം. ഉണ്ടായിരുന്നു എന്ന് പറയാൻ there was ഉപയോഗിച്ചു. ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ there wasn't. there was not എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്, കൺട്രാക്റ്റഡ് ഫോമാണ്. there wasn't. there wasn't any police investigation about the murder. ആ കൊലപാതകത്തെക്കുറിച്ച് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനും ഉണ്ടായിരുന്നില്ല, അന്വേഷണവും ഉണ്ടായിരുന്നില്ല. there wasn't any police investigation about the murder. there was no light in the room. റൂമിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാനാണ് നമ്മൾ there wasn't എന്ന് ഉപയോഗിക്കുന്നത്. there wasn't address on the envelope. എൻവലപ്പിന് മുകളിൽ അഡ്രസ് ഉണ്ടായിരുന്നില്ല. there wasn't any option before him. അവൻ്റെ മുന്നിൽ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. there wasn't any rain yesterday. ഇന്നലെ മഴയുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമുക്ക് there wasn't ഉപയോഗിക്കാം. there wasn't any change in the weather yesterday. ഇന്നലെ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായിരുന്നില്ല. there was no strike yesterday. ഇന്നലെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നില്ല. ഇനി ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ നമ്മൾക്ക് was there ഉപയോഗിക്കാം. ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ wasn't there. ഇല്ലേ എന്ന് കിട്ടാനാണ് wasn't എന്ന് ഉപയോഗിച്ചത്. അപ്പോൾ was there അല്ലെങ്കിൽ wasn't there, ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം. was there a program yesterday? ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. was there a quiz program in your college yesterday? ഇന്നലെ നിങ്ങളുടെ കോളേജിൽ ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാനാണ് was there ഉപയോഗിക്കുന്നത്. ഇനി wasn't there a quiz program in your college yesterday എന്ന് ചോദിച്ചാൽ ഇന്നലെ നിങ്ങളുടെ കോളേജിൽ ഒരു ക്വിസ് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ എന്ന് കിട്ടും. ഓക്കെ, ലെറ്റ് us see some more examples. Look at the whiteboard. Was there a change in climate yesterday? ഇവിടെ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്, ഒരു was അധികം വന്നിട്ടുണ്ട്. Was there a change in climate yesterday? ഇന്നലെ ക്ലൈമറ്റിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നോ? എന്താണ് ഈ ക്ലൈമറ്റും വെതറും തമ്മിലുള്ള വ്യത്യാസം? ഒരു ദിവസത്തെ അന്തരീക്ഷ സ്ഥിതിയെയാണ് നമ്മൾ വെതർ എന്ന് പറയുന്നത്. ഡെയിലി ചേഞ്ചസ് ഇൻ ദ എയർ ആർ കോൾഡ് വെതർ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുക. ദിവസേന മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെയാണ് നമ്മൾ എന്ത് പറയുക? വെതർ എന്ന് പറയുക. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്. അപ്പോൾ ഇന്നലെ കാലാവസ്ഥയിൽ
ഒരു മാറ്റം ഉണ്ടായിരുന്നോ? വാസ് ദർ എ ക്വിസ് കോമ്പറ്റീഷൻ ഇൻ യുവർ സ്കൂൾ യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങളുടെ സ്കൂളിൽ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? വാസ് ദർ എനി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ മർഡർ? ആ കൊലപാതകത്തെക്കുറിച്ച് എന്തെങ്കിലും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നോ? വാസ് ദർ എനി പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അബൌട്ട് ദ മർഡർ? ഇനി അവൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവാദം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കാം. വാസ് ദർ എനി കോൺട്രോവേഴ്സി? എന്താ പറയുക? കോൺട്രോവേഴ്സി, വിവാദം. വാസ് ദർ എനി കോൺട്രോവേഴ്സി അബൌട്ട് ഹിസ് അപ്പോയിൻമെൻറ്റ്? അവൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് എന്തെങ്കിലും വിവാദം ഉണ്ടായിരുന്നോ? ഇങ്ങനെ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാൻ വാസ് ദർ ഉപയോഗിക്കാം. ഉണ്ടായിരുന്നില്ലേ എന്ന് കിട്ടണമെങ്കിൽ വാസിൻ്റെ ദർ കൂട്ടി ഉപയോഗിക്കും. ദാറ്റ്സ് ഓൾ. പ്ലൂറൽ നൗൺസ് ആണ് വരുന്നതെങ്കിൽ, അതായത് മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലുള്ള നൗണാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ദർ വാസിന് പകരം ദർ വേർ എന്നായിരിക്കും. ആ കോൺഫറൻസിന് ശേഷം, കോൺഫറൻസ് മീൻസ് സമ്മേളനം, ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ദർ വേർ എ ലോട്ട് ഓഫ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ആഫ്റ്റർ ദ കോൺഫറൻസ്. There were a lot of cultural activities after the conference. മീറ്റിങ്ങിന് ശേഷം, ആ മീറ്റിങ്ങിന് ശേഷം ഒരുപാട് വിനോദങ്ങൾ ഉണ്ടായിരുന്നു. There were many entertainments after the meeting. ഓക്കെ, കുറച്ചുകൂടെ എക്സാമ്പിൾ നോക്കാം. There were 3 members on the interview board. ആ ഇൻ്റർവ്യൂ ബോർഡിൽ 3 മെമ്പർമാരുണ്ടായിരുന്നു. പാനൽ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ ബോർഡിൽ 3 മെമ്പർമാരുണ്ടായിരുന്നു. There were hundreds of people in the rally. ആ പ്രകടനത്തിൽ അല്ലെങ്കിൽ റാലിയിൽ 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതലാണ്, മോർ ദാൻ വൺ ആണ്, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണ് നമ്മൾ there were ഉപയോഗിക്കുക. മാറിപ്പോകരുതേ, there was എന്ന് പറഞ്ഞാൽ ശേഷം എ ആണ് വരിക. കാരണം ഒന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുക. സിംഗുലർ നൗൺ ആയിരിക്കും, ഏകവചനമായിരിക്കും. there were ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. പക്ഷേ ശേഷം വരുന്നത് എന്താണ്? അത് പ്ലൂറൽ നൗൺ ആയിരിക്കും. ഒന്നിൽ കൂടുതലുള്ള നൗണാണ് വരിക, ബഹുവചന നാമങ്ങളാണ് വരിക. എൻ്റർടൈൻമെൻറ്റ്സ്, വിനോദങ്ങൾ, കൾച്ചറൽ ആക്ടിവിറ്റീസ്, സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയൊക്കെ പ്ലൂറലായ നൗണാണ് വരിക. വേറൊരു എക്സാമ്പിൾ നോക്കൂ. there were 2 ponds. 2 കുളങ്ങൾ ഉണ്ടായിരുന്നു. ഇൻ ദ കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിൽ 2 കുളങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2 എന്നുള്ളത് ഒന്നിൽ കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ ഉള്ളതിനെ കാണിക്കാൻ വേണ്ടിയാണ് there were എന്ന് ഉപയോഗിക്കുക. there were എന്ന് ഉപയോഗിച്ചാലും there was എന്ന് ഉപയോഗിച്ചാലും ഉണ്ടായിരുന്നു എന്നാണ്. ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് ശേഷം, there wereന് ശേഷം ഒന്നിൽ കൂടുതലുള്ള കാര്യങ്ങളാണ്, നൗണാണ് പറയുക, ബഹുവചന നാമങ്ങളാണ് പറയുക. നോക്കൂ, എൻ്റർടൈൻമെൻറ്റ്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, 2 ponds, ഇതൊക്കെ എന്താണ്? പ്ലൂറൽ നൗണാണ്. എന്നാൽ there wasന് ശേഷം എന്താ ഉപയോഗിക്കുക? there wasന് ശേഷം എ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. ദാറ്റ്സ് ഓൾ. there wereന്റെ ശേഷം നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ നൗൺ ആയിരിക്കും, അതായത് ബഹുവചന നാമമായിരിക്കും. ഒന്നിൽ കൂടുതലുള്ള നാമമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. there weren't any policemen near the stage. സ്റ്റേജിനരികിൽ പോലീസുകാരുണ്ടായിരുന്നില്ല. ആ പ്രോഗ്രാമിൽ കുട്ടികളുണ്ടായിരുന്നില്ല. there weren't any children in the program. ആ കോൺഫറൻസിൽ VIP-കൾ ആരും ഉണ്ടായിരുന്നില്ല. there weren't any VIPs in the conference. കുറച്ചുകൂടെ ഉദാഹരണങ്ങൾ നോക്കാം. there weren't any white chairs in the hall. ആ ഹാളിൽ white chairs, വെള്ള കസേരകൾ ഉണ്ടായിരുന്നില്ല. there weren't any VIP seats in the conference. ആ സമ്മേളനത്തിൽ VIP സീറ്റുകൾ ഉണ്ടായിരുന്നില്ല, VIP-കൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടായിരുന്നില്ല. there weren't any attempts to solve the problem. ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു അറ്റംപ്റ്റും നടന്നില്ല, ഒരു ശ്രമങ്ങളും ഉണ്ടായില്ല. ആ പ്രശ്നം പരിഹരിച്ചു പോകാനുള്ള ഒരു ശ്രമങ്ങളും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ there weren't ഉപയോഗിക്കുന്നു. there weren't ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്ലൂറൽ നൗണാണ് ഉപയോഗിക്കുക, ബഹുവചന നാമമാണ് ഉപയോഗിക്കുക. ശ്രദ്ധിക്കണം, there wasന്റെയും there weren'റ്റെയും there wasന്റെയും ഉപയോഗം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് ഓൾ.
പ്ലൂറൽ നൗണിന്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ വേർ ദേർ ഉപയോഗിക്കാം. അതായത് വേർ ദേർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ നൗണാണ്. വേർ ദേർ എനി പോലീസ്മെൻ. പോലീസ്മെൻ എന്നാണ് ഉപയോഗിച്ചത്, മാൻ എന്നല്ല. മാൻ എന്നതിൻ്റെ പ്ലൂറലാണ് MEN, മെൻ. വേർ ദേർ എനി പോലീസ്മെൻ ഇൻ ദ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോമിൽ പോലീസുകാരെങ്കിലും ഉണ്ടായിരുന്നോ? വേർ ദേർ എനി കൾച്ചറൽ ആക്ടിവിറ്റീസ് ആഫ്റ്റർ ദ കോൺഫറൻസ്. സമ്മേളനത്തിന് ശേഷം എന്തെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ? വേർ ദേർ എനി കൾച്ചറൽ ആക്ടിവിറ്റീസ് ആഫ്റ്റർ ദ കോൺഫറൻസ്. നോക്കുക, കുറച്ചുകൂടി ഉദാഹരണം നോക്കാം. വേർ ദേർ മെനി തിങ്സ് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നോ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ വേറിൻഡ് ദേർ മെനി തിങ്സ് ടു ഡു. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇല്ലെന്ന് കിട്ടാൻ വേറിൻഡ് ദേർ എന്ന് ഉപയോഗിച്ചാൽ മതി. വേറിന്റെ കൂടെ ഇൻഡ് ചേർത്ത് കൊടുത്താൽ മതി. വേർ ദേർ എനി അറ്റംപ്റ്റ്സ് ടു സോൾവ് ദ പ്രോബ്ലം. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ? വേർ ദേർ എനി അറ്റംപ്റ്റ്സ് ടു സോൾവ് ദ പ്രോബ്ലം. വേർ ദേർ എനി റെഡ് ചെയേഴ്സ് ഇൻ ദ റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റിൽ റെഡ് ചെയേഴ്സ് ഉണ്ടായിരുന്നോ? ചുവന്ന കസേരകൾ ഉണ്ടായിരുന്നോ? ആ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ഇനി ഇങ്ങനെ ചോദിക്കാം. വേറിൻഡ് ദേർ എനി ലേഡീസ് കമ്പാർട്ട്മെന്റ്സ് ഇൻ ദ ട്രെയിൻ. ആ ട്രെയിനിൽ ലേഡീസ് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ എന്നാണെങ്കിൽ വേർ ദേർ എനി ladies compartments in that train. That's all.